വൺ റൗണ്ട് ടേബിൾ 138 ബ്ലോക്ക്. അപ്പോൾ അതെന്തെങ്കിലും പരിപാടികളായിരിക്കും. എനിക്ക് തോന്നുന്നു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകൾ തന്നെയാണ് തോന്നുന്നു. അപ്പോൾ റൗണ്ട് ടേബിൾ വട്ടമേശ 138 ബ്ലോക്ക് എന്ന് പറഞ്ഞാണ്. 138 നമ്പർ ബ്ലോക്കായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇത് അല്ല, എനിക്ക് തോന്നുന്നു ഇത് ഗവൺമെൻറ് ആശുപത്രിയാണെന്ന് തോന്നുന്നു. സംഭവം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഒരു ചെറിയ ഇടുങ്ങിയ റോഡുകൾ. എത്ര നേരം മെയിൻ ടൗണിലെ കാഴ്ച തരാൻ ഇടുങ്ങിയ റോഡിൽ നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അവിടെ ഉള്ളതെന്ന്. പോകുന്നപ്പോൾ നേരെ റോഡ് കണ്ടാണ് അതിലേക്ക് റെസിഡൻഷ്യൽ സ്ഥലങ്ങളാണ്. ടൗണിൻ്റെ നടുക്കാണ്. ഇവിടുത്തെ ഒരു വഴികളും എനിക്ക് അറിയാൻ പാടില്ല. ഞാനൊരു ഊഹം വെച്ച് നടക്കുന്നതാണ്. ഇവിടെ ലെഫ്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ കൃത്യ വഴിയുടെ ഒപ്പം തന്നെ നേരെ പോകുന്നൊരു വഴിയുണ്ടാകും. അവിടെ റൈറ്റ് ചെയ്തിട്ട് ആ ഒരു റോഡാണെന്ന് വിചാരിച്ചാണ് നടക്കുന്നത്. നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലാമെന്നാണ് എൻ്റെ വിജയം. എന്നുള്ള കണക്കൂടലാണ് ഞാൻ നടക്കുന്നത്. കണ്ടോ എന്തോരം അപ്പാർട്ട്മെൻറ്റിലാണ്. എൻ്റെ മോനെ ഇഷ്ടം പോലെയാണ്. ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റുകൾ. ഒരുപാട് പൊക്കവും നീളമൊന്നുമില്ല. ചെറിയ 4-5 വീടുകൾ മാത്രം ഉൾക്കൊള്ളുന്ന അപ്പാർട്ട്മെൻറ്റിൽ മിക്കവാറും എല്ലാ വീടിൻ്റെ മുമ്പിലും അതുപോലെ കോലമുണ്ട്. നോക്കി എല്ലാ വീടിൻ്റെ മുമ്പിലും കോലമുണ്ട്. ഇതിൽ വേറൊരു വഴിയുണ്ട്. നേരെ അങ്ങോട്ട് ഇവിടെ വലിയ കാഴ്ചകളുണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. ചെറിയ കുറേ പിന്നെ കാഴ്ചകളുണ്ട്. ഇത് കണ്ടില്ലേ, ആ മുമ്പിലായിട്ട് റോഡ് ഇത് ചെന്ന് ചേരുന്നുണ്ട്. ഇതായിരിക്കും ഒരു പക്ഷേ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലേക്കുള്ള റോഡെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നല്ല തിരക്കുള്ള റോഡായിട്ടാണ് തോന്നുന്നത്. എങ്ങോട്ടാണ് ഇത് ചെന്ന് കയറുക, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ ഇതുപോലെയൊന്നും ഒരു സെറ്റപ്പ് ഞാൻ കണ്ടിട്ടില്ല നാട്ടിൽ. പല സ്ഥലങ്ങളിലും ഇത്രയും ഇതായിട്ട് ജനങ്ങളിങ്ങനെ തിങ്ങിപ്പാർക്കണ ഒരു രീതി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതും ടൗണിൻ്റെ നടുക്ക് തന്നെ. മൊബൈൽ ഡേറ്റ ഉണ്ട്. എത്ര എണ്ണത്തിൻ്റെ കണക്ഷൻ ഉണ്ടോയെന്ന് തോന്നില്ല. ചെറിയ ഓരോ ഇതിലൂടെ പോയാലും ഓരോ തരത്തിലുള്ള കാഴ്ചകളാണ്. ഞാൻ ചെന്ന് കയറിയത് എവിടെയാണോ നോക്കറേ. ഏതോ റോഡ് നേരെ മുമ്പോട്ട് നടക്കുകയാണ്. അങ്ങോട്ടുള്ള ആവശ്യം ഞാനേതായാലും തിരിച്ച് ഇവിടെ ആയിരിക്കും ബസ് സ്റ്റാൻഡെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങോട്ട് നടക്കണം. നമുക്കിപ്പോൾ ഈ റോഡിൽ പോകേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബസ് ബിൽഡിങ് ബോഡി ബിൽഡിംഗ് ഉള്ള സ്ഥലങ്ങൾ കുറേ അന്വേഷിച്ചു. പക്ഷേ അത് കൃത്യമായിട്ട് എവിടെയൊന്നും ഒന്നാമത് നിസ്സാര സമയം ഒരു 2.5-3 മണിക്കൂറോളം നമുക്കിവിടെ ഒന്ന് കിടക്കുകയൊക്കെ എല്ലാം കൂടി കാര്യം 4:30 വന്നാണെങ്കിലും കുറേ നേരം എനിക്ക് നടന്നു, കുറേ കിടന്നു, പിന്നെ കുറേ എൻ്റെ ഉള്ളിൽ നടന്നു. ഒന്നുകൂടെ റൂമിൽ പോകണം, വെക്കേറ്റ് ചെയ്യണം. ഇനി ഈ റോഡ് വരെ പോകണം. എൻ്റെ ഊഹം കാര്യമായിട്ട് തെറ്റിയിട്ടില്ല. ഞാൻ ഇവിടെയാണ് ഇതാണ് ട്രിച്ചിക്ക് തിരിയേണ്ട കവല. അപ്പോൾ ഞാൻ തുടങ്ങിയടുത്ത് തന്നെ വന്ന് ചേർന്നു. ഇപ്പം നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ്. ഇതുണ്ടോ ഇവിടെ ഈ വെയിലേറെ അടിക്കാണ്ട് ഒരു പന്തലിട്ടിട്ടുണ്ടോ അതിൻ്റെ മുമ്പിലേക്ക്. നമ്മുടെ കേരളത്തെ പോലെ എല്ലാ തമിഴ്നാട്ടിൽ അധികം സമയവും വെയിലായിരിക്കും. മഴ കുറവുള്ള സംസ്ഥാനങ്ങളിലൊന്നും അങ്ങനെയാണ്. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഏറെ മഴയായിരിക്കുന്നു. പിന്നെ റോഡിക്കാന്നുള്ളൂ ഇതിൽ എന്തോ ചെറിയ ചുമന്ന വെള്ളമുണ്ട്. മിക്കവാറും എല്ലാ കടയുടെയും മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെറിയ പന്തലുള്ളതുകൊണ്ട് അതിനൊന്നും ഒരു പ്രശ്നമില്ല അവിടെ. ഇതാണ് തെരുവിലെ കാഴ്ചകൾ. പന്തലുള്ളതുകൊണ്ട് എന്ത് ഗുണമെന്ന് നോക്കി. സുഖമായിട്ട് ഈ സൈഡിൽ നടക്കാം. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നടന്നാലും തീർക്കും. എന്ത് കടകളിൽ എന്തെല്ലാം ടൈപ്പ് സാധനങ്ങളും കടകളും എന്തൊരു കടകളാണ്.
അങ്ങേ സൈഡിൽ ഇതേപോലെ തന്നെ ഉണ്ടെന്നുള്ള പല വിധത്തിലുള്ള പല രീതിയിലുള്ള ആളുകൾ. ഈ കച്ചവടം എന്തൊക്കെ സാധനങ്ങൾക്ക് ആകാമെന്നുള്ള യാതൊരു ലിമിറ്റും ഇല്ല. ഓക്കെ, നമ്മളങ്ങനെ ആ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇനി ബസ് സ്റ്റാൻഡിൽ നിന്ന് പോകാം. ബസ് സ്റ്റാൻഡിൽ കുറച്ച് കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ പുറപ്പെട്ടവർക്ക് തന്നെ തിരിച്ചെത്തി. ഇനി നേരെ ബസ് സ്റ്റാൻഡിലേക്ക്, അത് കഴിഞ്ഞ് റൂമൊന്ന് പോയി വെക്കറ്റ് ചെയ്യണം. വണ്ടി ഇവിടെ ഉണ്ട്. അതിൽ ആൾക്കാർക്ക് ഏകദേശം ഒന്ന് നിറഞ്ഞു തുടങ്ങിയപ്പോൾ ഇനി ഈറോഡ് പോകണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നല്ല കാഴ്ചയാണ്. എനിക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഒരു കാഴ്ചയുണ്ട്, അവിടെ നോക്കാം. ഞാൻ ക്രോസ് ചെയ്തപ്പോൾ ഒരു പട്ടിയെ കൊണ്ടുവന്ന് ഒരു പട്ടിയെ ഒരു ബൈക്കിൽ എത്തിക്കൊണ്ട് പോകണം. അതിൽ പൂട്ടിയേക്കുവാ. അത് ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ. അത് അടിപൊളിയായിട്ട് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എവിടെയോ നമ്മുടെ ബസ് കിടപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് കയറണം. ബസ് സ്റ്റാൻഡാണ്. എന്താ ഓണം നോക്കി, ഇതുപോലത്തെ ഓണൊക്കെ കേരളത്തിലാണെങ്കിൽ ഒന്ന് കൊല്ലം വിളിക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഗുഡ് ബൈ.